അല്പസമയം മുൻപ് വരെ നമുക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. അതായത് ഇതിപ്പോൾ വലിയ ഒരു ആശ്വാസത്തിൻ്റെ നിമിഷം എന്ന് തന്നെ പറയാവുന്ന നിമിഷത്തിലേക്കാണ് അതിൻ്റെ ജീവൻ രക്ഷിച്ച് നമുക്കതിനെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാൻ സാധിച്ചിരിക്കുന്നു. കാരണം ഒരേ നിൽപ്പ് 20 മണിക്കൂറോളം നിന്ന കാട്ടാനയാണ്. എന്താകുമെന്നുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആനയ്ക്ക് തിരിച്ചു കയറുന്നതിനുള്ള വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ പിൻകാലികൾക്ക് ഒരു ശക്തിയില്ലായ്മ നമുക്ക് തോന്നിയിരുന്നു. അതിന് ഈ അടുത്ത് എത്ര ദൂരെയാണ് അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ, കാട് എത്ര ദൂരെയാണ്? അത് വളരെ സാവധാനമാണ് നീങ്ങുന്നത്. അതിന് പരിചയമുള്ള സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗത്ത് വന്ന് കൃഷി നശിപ്പിക്കാറൊക്കെ ഉള്ളതാണ്. പരിചയമുള്ള സ്ഥലമാണെങ്കിലും വളരെ സൂക്ഷ്മതയോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അവിടുന്ന് എത്ര ദൂരെയാണ് ഈ കാടുള്ളത്? വിജയകുമാർ, 500 മീറ്റർ മാത്രമാണ് ഈ ഒരു കാട്ടിലേക്കുള്ള ഒരു ദൂരം. ഒരു ചെറിയ ഒരു റബ്ബറിൻ്റെ ഒരു പ്രദേശം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഒരു റബ്ബറിൻ്റെ തോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമെന്ന് ഈ നാട്ടുകാരുടെ പരാതിയുടെ കാരണവും അത് തന്നെയാണ്. കാരണം ആനയ്ക്ക് എപ്പോഴും ഇറങ്ങി വന്ന് ഇവിടെയുള്ള ഈ കൃഷിയിടങ്ങളിലെ സാധനങ്ങളൊക്കെ തന്നെ കഴിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ വിളകളും വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാർക്ക് എപ്പോഴും ഉള്ളത്. ഈ ഒരാന മാത്രമല്ല, ഇങ്ങനെ ഒരു 7 ആനകൾ ഈ പ്രദേശത്ത് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ ആനയെ തന്നെ നാട്ടുകാർ പറയാൻ കാരണം അവർക്ക് അത്രത്തോളം പരിചയമുള്ള ഒരു ആന എന്നുള്ളത് കൂടിയാണ്. ഈ ആനയെ തന്നെയാണ് താനും കണ്ടത് എന്നുള്ളതൊക്കെയാണ് രാവിലെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെയൊക്കെ കൃഷിയിടത്തിൽ വന്ന് ഇതുപോലെ തമ്പടിച്ച് നിൽക്കുകയും അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിരുന്ന ആനയാണ്. അതാണ് കിണറ്റിലേക്ക് വീണത്. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, വനപാലകരുടെ ഒരു സംഘം കൂടി കയറി പോകുന്നുണ്ട്. അതായത് ആന കൃത്യമായി കാട്ടിലേക്ക് എത്തി എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി, അത് ഈ നാട്ടുകാർക്കൊപ്പം ഉണ്ടാക്കിയിരുന്ന ഒരു ധാരണ പ്രകാരമാണ് അത് കാട്ടിലേക്ക് എത്തിയെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സംഘം ഇപ്പോൾ പുറകിലൂടെ പോകുന്നത്. RRT സംഘം ഇപ്പോൾ കാട്ടിലേക്ക് വെച്ച് പിടിക്കുന്നത്. ഇങ്ങനെ കുറച്ചുകൂടി ഉൾക്കാടുകളിലേക്ക് എത്തി എന്ന് ഉറപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും ആന കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു, അത് കാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായതാണ്. കാരണം വളരെ എളുപ്പത്തിൽ ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കാം എന്നുള്ളതായിരുന്നു വനംവകുപ്പിൻ്റെ ഒരു പ്രതീക്ഷയുള്ളത്. ഇത്തരത്തിലൊരു ചാല് വെട്ടിക്കൊടുക്കുന്നു, ആ ചാലിലൂടെ ആന പുറത്തേക്ക് വരികയും അത് പോകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ആനയ്ക്ക് അതിന് പിൻകാലിന് ഒരു ശക്തിയില്ലായ്മ, അതിന് മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരു പ്രശ്നം ഉണ്ടായതോടുകൂടി തന്നെ ഒരു ചെറിയ ആശങ്ക കഴിഞ്ഞ മണിക്കൂറിലുണ്ടായിരുന്നു. കാരണം 7:15 തുടങ്ങിയിട്ടുള്ള രക്ഷാദൗത്യമാണ്. അതിപ്പോൾ 3 മണിക്കൂർ പിന്നിടുമ്പോഴും ആനയ്ക്ക് പുറത്തു വരാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം, അതിൻ്റെ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ മരത്തടികളാണ് ഇട്ടുകൊടുത്തത്. കാരണം ഈ മണ്ണ് താഴ്ന്ന സ്ഥലങ്ങളിൽ അതിനൊന്ന് കയറി വരാനുള്ള ഒരു ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടി മരത്തടികൾ ഇട്ടുകൊടുത്തു. അതാണ് വിജയം കണ്ടത്. ആ മരത്തടികളിലൂടെ തന്നെ അത് പെട്ടെന്ന് മുന്നോട്ട് ഊന്നി വരികയും അങ്ങനെ പുറത്തേക്ക് വരികയുമായിരുന്നു. പതിയെ നടന്നാണ് ഈ കാടിൻ്റെ കൊമ്പൻ അത് തിരിച്ച് കാട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. അതിന് തൊട്ടു പിറകെ തന്നെ RRT സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഉറപ്പിക്കും ആന കാട്ടിലേക്ക് തന്നെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ എത്തി എന്നുള്ളത്. ഇനി മറ്റൊന്നുള്ളത്, ഇതിനാരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഉണ്ടോ എന്നുള്ളതാണ്. അത് നാളെ രാവിലെ അത്തരം കാര്യങ്ങളിലുള്ള ഒരു പരിശോധന ഉണ്ടാവും. 2 കുങ്കിയാനകളുമായിട്ടായിരിക്കും നാളത്തെ ദൗത്യം. ആന ഇവിടെ തന്നെ ഉണ്ട് എങ്കിൽ, ആന ആരോഗ്യവാനാണ് എങ്കിൽ അതിന് മയക്കുപിടി വയ്ക്കാനും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇന്നത്തെ നാട്ടുകാരുമായി ഉണ്ടാക്കിയ ഒരു ധാരണ. അതിലേക്ക് കടക്കുമെന്നുള്ളൊരു ഉറപ്പാണ് DFO നൽകിയിരിക്കുന്നത്. ആശ്വാസത്തിൻ്റെ മണിക്കൂറുകളാണ് ഊർങ്ങാട്ടേരിയെ സംബന്ധിച്ച്, ഇവിടുത്തെ ഓരോ മനുഷ്യരെ സംബന്ധിച്ച്, വനപാലകരെ സംബന്ധിച്ച്, പോലീസിനെ സംബന്ധിച്ച് ഒക്കെ ഉള്ളത്. കാരണം ഇതൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഒന്നാമത് ഇത്ര രാത്രിയാണ് നടക്കുന്നത്. ആന മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ B വളരെ പ്രതിസന്ധിയാണ്. മറ്റൊന്നുള്ളത്, ആന ഇനി പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഒരു വടമൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. ഒരു പക്ഷേ അതിനെ കയറ്റുന്നതിനുള്ള ഒരു സെക്കൻഡ് B പ്ലാൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അതിലേക്കും പോകേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. അങ്ങനെ ഒരു വലിയ രക്ഷാദൗത്യം കേരളം കണ്ടിട്ടുള്ളതിൽ ഇപ്പോൾ സമീപകാലത്ത് കണ്ടിട്ടുള്ളത് വെച്ചിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള വലിയ ഒരു രക്ഷാദൗത്യം അത് വിജയം കണ്ടിരിക്കുന്നു. ആനയെ കരയ്ക്ക് കയറ്റാനും അതിനെ കാട്ടിലേക്ക് കൃത്യമായി വിടാനും സാധിച്ചിരിക്കുന്നു. അതിന് എല്ലാ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തുനിന്നും, അതായത് നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രതിഷേധമൊക്കെ രാവിലെകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അവർ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടുന്ന് എല്ലാവരും മാറി നിൽക്കുകയും പോലീസിനും വനപാലകർക്കും വേണ്ടിയിട്ടുള്ള ഒരു സഹകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അത് പ്രകാരം തന്നെ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇവിടുത്തെ മണ്ണ് മുഴുവൻ മാറ്റുകയും ആനയ്ക്ക് പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു വഴി തെളിയിക്കുകയുമായിരുന്നു. കാരണം ഒരൊറ്റ നിൽപ്പാണ് ആന നിന്നിരുന്നത്. അതിന് തിരിയാനോ മറയാനോ ഒന്നും സാധിക്കാത്ത രീതിയിൽ ഈ ഒരു കിണർ നിറഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയുന്ന അതേ അവസ്ഥയിലായിരുന്നു ഈ കാട്ടുകൊമ്പൻ നിലനിന്നിരുന്നത്. ഒരു ചെറിയ ആനയല്ല, ഒരു വലിയൊരു ആനയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ നിന്നാണ് 20 മണിക്കൂർ. അപ്പോൾ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മയക്കുപിടി വയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഒരു
6:30 തന്നെ കൃത്യമായിട്ടുള്ള വിവരം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് ഈ നാട്ടുകാരുമായുള്ള പ്രതിഷേധത്തിന് ഒരു സമവായം ഉണ്ടാകുന്നതും ആനയെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് തന്നെ താൽക്കാലികമായി വിടാമെന്നുള്ള ഒരു ചർച്ചാ ധാരണ ഉണ്ടാവുകയും ചെയ്തത്. അതിപ്പോൾ വിജയം കണ്ടിരിക്കുന്നു. പുറത്തേക്ക് കാട്ടാനയെ എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. അതിനെ സമീപത്തെ കൊടുമ്പുഴ എന്നുള്ള ഈ കാട് വനമേഖലയിലേക്ക് തിരിച്ചുവിടാനും സാധിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതിസന്ധി, അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നുണ്ട്. കാരണം അവരുടെ വിളകൾ നശിപ്പിക്കുന്നു, കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതൊക്കെയാണത്. അതിനുവേണ്ടി നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച മലപ്പുറം ചേംബറിൽ വെച്ച് നടക്കുകയും ചെയ്യും. ഉറങ്ങാട്ടിരിയെ സംബന്ധിച്ച്, ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ഒരു താൽക്കാലികമായിട്ടുള്ള ഉറപ്പുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം തന്നെ പാലിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാടുള്ളത്. അതിലേക്ക് എത്രയും വേഗം കടക്കുമെന്ന് വനം വകുപ്പും ഇപ്പോൾ പ്രത്യാശ, അവരും ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. ആന തിരിച്ച് കാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. RRTയുടെ നിരീക്ഷണം ഇനി കുറച്ച് ദിവസങ്ങളും ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഇന്നത്തെ ഈ ഒരു ഏകദേശം 20 മണിക്കൂർ അതിരാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു ദൗത്യം അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത്. കാട്ടാന തിരിച്ച് കാട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട കഠിന പരിശ്രമത്തിന് ശേഷമാണ് കാട്ടാന ആ കിണറിൽ നിന്ന് അത് കരകയറിയത്, അല്ലെങ്കിൽ അതിനെ കരകയറ്റിയത്. കിണറിൻ്റെ ഒരു ഭാഗം ഇടിച്ച് ഒരു വഴി ഉണ്ടാക്കി ആ വഴിയിലൂടെ ഏറെ ബുദ്ധിമുട്ടിയാണ് അതിനെ കരയിലേക്ക് കൊണ്ടുവന്നത്. അത് സ്വന്തം നിലയ്ക്ക് നടത്തിയ പരിശ്രമമൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി, 20-22 മണിക്കൂറുകളായി അത് വെള്ളത്തിലാണ്. അത് പിന്നീട് അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതൊക്കെ കണക്കിലെടുത്ത് ഏറെ സങ്കീർണമായ ദൗത്യമാണ് വനം വകുപ്പ് അവിടെ നടത്തിയത്. ഇപ്പോഴത് ആ ദൗത്യം ഈ ഘട്ടത്തിൽ വിജയമാണ്. അത് കരകയറി, അത് കിണറിൽ നിന്നിറങ്ങി, അതിനെ കരയ്ക്കെത്തിച്ച് അതിപ്പോൾ കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.